വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന നമസ്കാരത്തെ, ആ വിഷയത്തിലുള്ള പല കാര്യങ്ങളും കഴിഞ്ഞ ചില ക്ലാസുകളിലൂടെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിൽ ബാക്കിയുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിൽ പൊതുവെ വിവാദത്തിലിരിക്കുന്ന, അഭിപ്രായ വ്യത്യാസത്തിലുള്ള ഒരു വിഷയമാണ് സുബ്ഹി നമസ്കാരത്തിൽ ഖുനൂത്ത് വയ്ക്കുക എന്ന വിഷയം. മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ് സുബ്ഹി നമസ്കാരത്തിൽ പതിവായി ഖുനൂത്ത് ഓതേണ്ടതുണ്ടോ ഇല്ലേ എന്ന വിഷയം. 4 മദ്ഹബിന്റെ പണ്ഡിതന്മാർക്കിടയിലും ഈ വിഷയത്തിൽ അഭിപ്രായ ഐക്യമല്ല, അഭിപ്രായ വ്യത്യാസമാണുള്ളത്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി സുബ്ഹിയിൽ ഖുനൂത്ത് സുന്നത്താണെന്ന അഭിപ്രായക്കാരനാണ്. അതേസമയം ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയും മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹിയും ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയും സുബ്ഹിയിൽ ഖുനൂത്ത് വേണ്ടതില്ല എന്ന അഭിപ്രായക്കാരാണ്. ഇങ്ങനെ പല അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യയുമായി ഏതഭിപ്രായമാണ് യോജിക്കുക എന്ന് പരിശോധിക്കുകയും പ്രവാചക ചര്യയിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യങ്ങൾ പിന്തുടരുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഒരു സത്യാന്വേഷിയുടെ മുമ്പിലുള്ള ഏക വഴി. അതുകൊണ്ടാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരല്പം വിശദമായി തന്നെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഖുനൂത്ത് ഓതിയത് കൊണ്ട് ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താകും എന്ന അഭിപ്രായ പ്രകാരമല്ല ഇത് പറയുന്നത്. എന്നാൽ നബിചര്യയിൽ ഒരു വിഷയം സ്ഥിരപ്പെട്ടു വന്നാൽ അത് പിന്തുടരലാണ് സത്യാന്വേഷിയുടെ ചുമതല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കുന്നവരുടെ ബാധ്യതയും അതാണ്. ഇത് പ്രത്യേകം പറയേണ്ടി വരുന്നത് നമ്മുടെ കേരളക്കരയിൽ, അതുപോലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങുന്ന കാസറ്റുകളിലും മുജാഹിദ് പ്രസ്ഥാനത്തെയും അതിന്റെ അനുഭാവികളായ ആളുകളെയും സംബന്ധിച്ച് വളരെ മോശമായ രൂപത്തിൽ ചിത്രീകരിക്കുകയും അവർ ഇസ്ലാമിലെ പല കാര്യങ്ങളും വെട്ടിച്ചുരുക്കുകയും അങ്ങനെ ഇസ്ലാമിക ശരീഅത്തിനെയും നമസ്കാരത്തെയും വികലമാക്കുകയും ചെയ്തവരാണ് എന്ന് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു ഉദാഹരണമായി പറയാറുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലം തൊട്ട് ഇന്നേ വരെ നിരാക്ഷേപം നടപ്പിലുണ്ടായിരുന്ന സുബ്ഹിയിലെ ഖുനൂത്ത് കേരള വഹാബികൾ വെട്ടിച്ചുരുക്കുകയും അങ്ങനെ ഒരു ഖുനൂത്ത് സുന്നത്തില്ല എന്ന് വാദിക്കുകയും ചെയ്യുക വഴി മുസ്ലിമീങ്ങളുടെ ഒരു വലിയ പുണ്യം അവർ നഷ്ടപ്പെടുത്തുകയും അവർ സുന്നത്ത് ജമാഅത്തിൻ്റെതായ ശരിയായ ലൈനിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാവുകയും ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇതൊരു വലിയ പ്രശ്നമാക്കി പൊക്കിപ്പിടിച്ചുകൊണ്ട് സാധാരണക്കാരെ വശീകരിക്കുകയും അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അപ്പൊ ഈ വിഷയത്തിൽ ഇതൊരു പുതിയ വാദമാണോ? സുബ്ഹിയിലെ ഖുനൂത്ത് സുന്നത്തില്ല എന്നുള്ള വാദം 921 ശേഷം കേരളത്തിൽ ആരെങ്കിലും ഉണ്ടാക്കിയൊരു വാദമാണോ? അതോ മുമ്പ് കാലത്തെ ഇത് സുന്നത്തില്ലെന്ന അഭിപ്രായക്കാരുണ്ടായിരുന്നോ? ഇല്ലേ. അവരൊക്കെ അത് സുന്നത്തില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇസ്ലാമെന്നോ അല്ലെങ്കിൽ യഥാർത്ഥമായ ലൈനിൽ നിന്നോ തെറ്റിയെന്ന് ആരെങ്കിലും പറഞ്ഞുവെന്നോ? ഇതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയം ഇത്തിരി ശ്രദ്ധയോടുകൂടെ നമ്മൾ പഠിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അതല്ലാതെ ഇതൊരു വലിയ പ്രശ്നമായതുകൊണ്ടല്ല. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഈ ഖുനൂത്തും കൂട്ടപ്രാർത്ഥനയും കൈകെട്ടിനിയും വിഷയം പറഞ്ഞിട്ട് ഈ മുസ്ലിമീങ്ങളുടെ ഇടയിൽ എന്തിനാണ് നിങ്ങൾ ഭിന്നിപ്പുണ്ടാക്കുന്നത്? ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഊരി വീർപ്പിച്ചിട്ട് നിങ്ങൾ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ചില ആളുകളെങ്കിലും ചോദിക്കാറുണ്ട്. സത്യത്തിൽ ഇതൊരു പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയല്ല. നമ്മുടെ വിഷയം നമസ്കാരം എന്നുള്ളതാണല്ലോ. ആ വിഷയത്തിന്റെ പൂർത്തീകരണത്തിൽ ഒരു വിഭാഗം സുഹൃത്തുക്കൾ എല്ലാ സുബ്ഹിയിലും കൃത്യമായി അത് ഒഴിവായി പോയെങ്കിൽ സെഹ്വിന്റെ സുജൂദ് പോലും ചെയ്തുകൊണ്ട് അതിനോട് വിധേയത്വവും കൂറും പുലർത്തിക്കൊണ്ട് ചെയ്യുന്നൊരു കാര്യം,
അത് സുന്നത്തില്ലെന്നും അത് നിർവഹിക്കാത്തതിന്റെ പേരിൽ അവരെന്തോ ഒരു പിഴച്ച പാർട്ടിക്കാരാണെന്ന് കണക്കുകൂട്ടുകയും ചെയ്യുമ്പോൾ, അങ്ങനെയല്ല സുഹൃത്തുക്കളെ, ഇസ്ലാമിൽ ആ വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് രേഖയില്ല എന്ന് ജനങ്ങളുടെ മുമ്പാകെ തുറന്നു പറയാനും തെറ്റിദ്ധാരണ നീക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ വിഷയം ജനശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് പ്രവാചകനും സഹാബത്തും ഖുനൂത്ത് ഓതിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗുരുതരമായ എന്തെങ്കിലും ഭവിഷ്യത്തുകൾ നേരിടുമ്പോൾ, അതല്ലെങ്കിൽ ഇസ്ലാമിന് നേരെ മർദ്ദനങ്ങളും പീഡനങ്ങളും പ്രയാസങ്ങളും സംഭവിക്കുമ്പോഴും, തന്റെ സഹാബാക്കിറാമിനെ അന്യായമായി പിടിച്ചുകൊണ്ടുപോയി ഒരു വിഭാഗം ആളുകൾ കൊലപ്പെടുത്തിയപ്പോഴുമൊക്കെ ഒരു വിഭാഗം ജനതയ്ക്കെതിരെ പ്രാർത്ഥിച്ചുകൊണ്ടും ദുർബലരായ മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായി അവർക്ക് അനുകൂലമായി ദുആ ചെയ്തുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുനൂത്ത് നിർവഹിക്കുകയുണ്ടായി എന്ന് സഹീഹായ ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നു. അത് തന്നെയും ഇന്ന് കാണുന്നത് പോലെ സുബഹി നമസ്കാരത്തിൽ മാത്രമല്ല അവിടുന്ന് പാരായണം നടത്തിയത്. എല്ലാ ഫർദ് നമസ്കാരങ്ങളിലും അവിടുന്ന് നിർവഹിക്കുകയുണ്ടായി. അത് തന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ കാര്യം ഉപേക്ഷിക്കുകയും ചെയ്തു എന്നൊക്കെ ഇനി താഴെ ഞാൻ വിശദീകരിക്കുന്ന ഹദീസുകളിൽ നിന്ന് നിങ്ങൾക്ക് വിശദമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. عن أبي هريرة رضي الله تعالى عنه أن النبي صلى الله عليه وسلم كان إذا أراد أن يدعو على أحد أو يدعو لأحد قنت بعد الركوع فربما قال إذا قال سمع الله لمن حمد ربنا ولك الحمد اللهم أنت الوليد بن الوليد وسلمة بن الهشام وعياش بن أبي ربيعة والمستضعفين من المؤمنين اللهم اشدد وطأتك على مضر واجعلها عليهم سنين كسني يوسف قال يجهر بذلك رواه البخاري. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു വിശദീകരിക്കുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അറാദ അവിടുന്ന് ഉദ്ദേശിച്ചാൽ, അൻ യദ്ഉ അലാ അഹദിൻ ഏതെങ്കിലും ഒരു വർഗത്തിനെതിരെ പ്രാർത്ഥിക്കാൻ വിചാരിച്ചാൽ, ഔ യദ്ഉ ലി അഹദിൻ അല്ലെങ്കിൽ ആർക്കെങ്കിലും അനുകൂലമായി ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കാൻ ഉദ്ദേശിച്ചാൽ, ഖനത അവിടുന്ന് ഖുനൂത്ത് പാരായണം ചെയ്യും ബഅദർ റുകൂഇ റുകൂഇന് ശേഷം. ഫറുബ്ബമാ ഖാല ഇദാ ഖാല സമീഅ അല്ലാഹു ലിമൻ ഹമിദ റബ്ബനാ വലക്കൽ ഹംദ്, നബി പലപ്പോഴും റുകൂഇൽ നിന്ന് ഉയർന്ന് സമീഅ അല്ലാഹു ലിമൻ ഹമിദയും റബ്ബനാ വലക്കൽ ഹംദ് എന്ന ആ പ്രാർത്ഥനയും നിർവഹിച്ചതിന്റെ ശേഷം ഇങ്ങനെ പറഞ്ഞിരുന്നു, അല്ലാഹുമ്മ അൻതിൽ വലീദ് ബിനുൽ വലീദ്, പടച്ചവനെ വലീദ് ബിനുൽ വലീദ് എന്ന സഹാബിയെ നീ രക്ഷപ്പെടുത്തേണമേ. വസലമത്ത് ബിൻ ഹിഷാം, സലമത്ത് ബിൻ ഹിഷാമിനെയും രക്ഷപ്പെടുത്തേണമേ. വഅയ്യാശ് ബിൻ അബീ റബീഅ, അയ്യാശ് ബിൻ അബീ റബീഅത്തിനെയും രക്ഷപ്പെടുത്തേണമേ. വൽ മുസ്തദഅഫീന മിനൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളിൽ നിന്ന് ദുർബലരായ ആളുകളെയും നീ രക്ഷിക്കണമേ. അല്ലാഹുമ്മ അശ്ദുദ് വത്അതക അലാ മുദർ, അക്രമം കാണിച്ച മുദർ ഗോത്രത്തിനെതിരെ നിന്റെ ശിക്ഷ നീ കഠിനമാക്കണമേ. വജഅൽഹാ അലൈഹിം സിനീന കസിനി യൂസുഫ്, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്തുണ്ടായ വരൾച്ചയും ക്ഷാമവും പോലെയുള്ള ക്ഷാമങ്ങൾ, വിപത്തുകൾ ഈ ജനതയുടെ മേലിലും നീ കൊടുക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. എന്നിട്ട് ആ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, യജ്ഹറു ബിദാലിക, അവിടുന്ന് ഉറക്കെയാണ് ഇത് പ്രാർത്ഥിച്ചത് എന്ന്. ഇനി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ് രണ്ടാമത്തേത്. ആ മഹാൻ പറയുന്നു, قنت رسول الله صلى الله عليه وسلم شهرا متتابعا في الظهر والعصر والمغرب والعشاء والصبح في دبر كل صلاة إذا قال سمع الله لمن حمده من الركعة الآخرة يدعو عليهم على حي من بني سليم على رؤل وذكوان وعصية ويؤمن من خلفه. ഈ ഹദീസ് ഇമാം അഹ്മദും അബൂദാവൂദും ഉദ്ധരിച്ചതാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ പ്രവാചകൻ ഖുനൂത്ത് നിർവഹിച്ചു ഷഹ്റൻ മുതതാബിയൻ, തുടർച്ചയായ ഒരു മാസക്കാലം അവിടുന്ന് ഖുനൂത്ത് നിർവഹിച്ചു. ഏതൊക്കെ നമസ്കാരങ്ങളിൽ? ഫിൽ ദുഹ്രി വൽ അസ്രി വൽ മഗ്രിബി വൽ ഇശാഇ വസ്സുബ്ഹി, 5 നേരത്തെ നിസ്കാരങ്ങളിലും നിർവഹിച്ചു. എപ്പോൾ? ഫീ ദുബരി കുല്ലി സലാ, ഓരോ നിസ്കാരങ്ങളുടെയും അവസാനത്തിൽ എന്ന് പറഞ്ഞാൽ ഇദാ ഖാല സമീഅ അല്ലാഹു ലിമൻ ഹമിദ മിനർ റക്അത്തിൽ ആഖിറ, അവസാനത്തെ റക്അത്ത് എത്തുമ്പോൾ റുകൂഇൽ നിന്ന് ഉയർന്ന സമീഅ അല്ലാഹു ലിമൻ ഹമിദ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് നിർവഹിച്ചതിന് ശേഷം യദ്ഉ അലൈഹിം,
അലാ ഹയ്യിൻ മിൻ ബനീ സുലൈം റിഅലി ദക്വാൻ ഉസയ്യത്ത് എന്നീ അക്രമവും മർദ്ദനവും മുസ്ലിമീങ്ങളോട് കാണിച്ച ആ ഗോത്രങ്ങളെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ പ്രാർത്ഥിക്കാൻ ഒരു മാസക്കാലം അവിടുന്ന് എല്ലാ വക്തുകളിലും ഖുനൂത്ത് നിർവഹിക്കുകയുണ്ടായി. നബി അത് ഉറക്കെ പറയും, വയുഅമ്മിനു മൻ ഖൽഫഹു, നബിയുടെ ബാക്കിലുള്ള മഅ്മൂമീങ്ങൾ അതിന് ആമീൻ ചൊല്ലുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇതാണ് രണ്ടാമത്തെ ഹദീസ്. ഇനി അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന പ്രശസ്തമായ മറ്റൊരു ഹദീസാണ് മൂന്നാമത്തെ. അദ്ദേഹം പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖനത ശഹ്റൻ യദഉ അലാ അഹ്യാഇൻ മിൻ അഹ്യാഇൽ അറബ് ثم തറകഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാസക്കാലം ഖുനൂത്ത് നിർവഹിച്ചു. എന്തിനു വേണ്ടി? അറബികളിലെ ചില പ്രത്യേക ഗോത്രങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കാൻ വേണ്ടി. സുമ്മ തറകഹു, പിന്നീട് ആ ഖുനൂത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിക്കുകയും ചെയ്തു. ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് ഇമാം അഹ്മദും മുസ്ലിമും നസായിയും ഇബ്നു മാജയുമാണ്. സഹീഹായ ഹദീസുകളാണ്. അതിൽ തന്നെയും ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിലെ പ്രയോഗങ്ങൾ ഇങ്ങനെയാണ്: ഖനത ശഹ്റൻ ഹീന ഖുതിലൽ ഖുറാഉ ഫമാ റഅയ്തുഹു ഹസന ഹുസ്നൻ ഖത്തു അശദ്ദ മിൻഹു. റവാഹുൽ ബുഖാരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാസക്കാലം ഖുനൂത്ത് ഓതി. എപ്പോൾ? ഹീന ഖുതിലൽ ഖുറാഉ, നബിയുടെ ചില കാര്യങ്ങൾ വധിക്കപ്പെട്ടപ്പോൾ. നിങ്ങൾക്കറിയാം പ്രശസ്തമായ സംഭവം. നബി തിരുമേനിയുടെ മുമ്പിൽ നിന്ന് പച്ചക്കള്ളം പറഞ്ഞ് നബിയുടെ 170 സ്വഹാബാ കിറാമിനെ ശത്രുക്കൾ വളരെ തന്ത്രപൂർവ്വം കൂട്ടിക്കൊണ്ടുപോവുകയുണ്ടായി. പ്രവാചകനോട് വന്നിട്ട് ചില ഗോത്രങ്ങൾ ദൂരെ ദിക്കിൽ നിന്ന് വന്നുകൊണ്ട് ആവശ്യപ്പെട്ടു, നബിയെ, ഞങ്ങളുടെ നാട്ടിൽ ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ താല്പര്യവും ആഗ്രഹവുമുള്ള ജനത വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് ഖുർആൻ പഠിപ്പിക്കാൻ ഞങ്ങൾ പണ്ഡിതന്മാരില്ല. അതുകൊണ്ട് അങ്ങയുടെ ശിഷ്യത്വം നേടിയിട്ടുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരെ, ഖുർആൻ മനഃപ്പാടമുള്ള ആളുകളെ ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ അയച്ചു തരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ നിന്ന് വഞ്ചനയുടെ സ്വരത്തിൽ പച്ചക്കള്ളം അവർ തട്ടിവിടുകയാണ്. ആ സംഭവം ഞാൻ തന്നെ പല പ്രാവശ്യം നിങ്ങളോട് പല കാര്യങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി ഉണർത്തിയിട്ടുണ്ട്. നബിയുടെ മുമ്പിൽ നിന്ന് ശത്രുക്കൾ ഈ ഒരു വഞ്ചന മനസ്സിൽ വെച്ചുകൊണ്ടാണ് നബിയോട് അവർ സംസാരിച്ചത്. നബി തിരുമേനിക്ക് ആ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യരുടെ മനസ്സ് വായിക്കാനായില്ല. ഇവര് കള്ളത്തരമാണ് പറയുന്നതെന്ന അദൃശ്യ വിശ്വാസം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മനസ്സിലായില്ല. ഇസ്ലാമിന്റെ പ്രചരണം എന്ന് കേട്ടപ്പോഴേക്ക് ദീനുൽ ഇസ്ലാമിന് വേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിട്ടുള്ള മഹാനുഭാവനായ പ്രവാചകൻ മറ്റൊന്നും ചിന്തിക്കാതെ തന്റെ കറകളഞ്ഞ 70 സ്വഹാബത്തിന്, ഖുർആൻ മനഃപ്പാടമുള്ള 70 ഹാഫിളീങ്ങളെ അവരുടെ പിന്നാലെ ഒരു സംശയവും തോന്നാതെ പറഞ്ഞയച്ചു കൊടുത്തു. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ വഞ്ചനയായിരുന്നു. ഈ 70 ആളെയും കൂട്ടിക്കൊണ്ടുപോയി കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ ഇവര് തന്നെ മുമ്പേ പ്ലാൻ ചെയ്തിട്ടുള്ള ശത്രുക്കൾ വാളുമായിട്ട് കാത്തുനിൽപ്പുണ്ടായിരുന്നു. അവർ ഈ 70 ആളെയും തടഞ്ഞു വെച്ച് അവിടെ വെച്ച് നിഷ്കരണം കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഈ സ്വഹാബാ കിറാമിനെ ബഹുഭൂരിപക്ഷം ആളുകളെയും 69 എണ്ണത്തെയും അവർ കൊലപ്പെടുത്തി എന്നാണ് ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. നിഷ്കരണം അവർ വധിച്ചു കളഞ്ഞു. കണ്ണു ചുഴിനെടുത്തും അതേപോലെ തന്നെ പല രൂപത്തിലുള്ള മർദ്ദനങ്ങൾക്ക് ഇരയാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഏറ്റവും കൂടുതൽ ഒരു ദുഃഖമുണ്ടാക്കി. അതാണ് ഇവിടെ സ്വഹാബി വിശദീകരിച്ചത്. ഫമാ റഅയ്തുഹു ഹസന ഹുസ്നൻ ഖത്തു അശദ്ദ മിൻഹു. അന്നത്തെ ദിവസത്തേക്കാൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രമാത്രം വ്യസനിക്കുകയും ദുഃഖിക്കുകയും ചെയ്ത ഒരു ദിവസം വേറൊരു ദിവസം ഞാൻ കണ്ടിട്ടില്ലായിരുന്നു എന്നാണ് സ്വഹാബി വിശദീകരിക്കുന്നത്. ഈ വിവരം കിട്ടിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർക്കെതിരെ ആ മർദ്ദനം അഴിച്ചുവിട്ട നമുക്ക് കാണാൻ സാധിക്കും. പല ഘട്ടങ്ങളിലും കാനൽ ഖുനൂത്ത് ഫിൽ മഗ്രിബി വൽ ഫജ്രി, മഗ്രിബിലും ഫജ്റിലും അതേപോലെ തന്നെ എല്ലാ നമസ്കാരങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുകയുണ്ടായി. ഇതാണ് പ്രവാചകന്റെ കാലത്ത് സ്ഥിരപ്പെട്ടു വന്ന ഖുനൂത്ത്. എന്നാൽ സുബഹിയിൽ മാത്രമായി മറ്റ് നമസ്കാരങ്ങളിലൊന്നുമില്ലാതെ സുബഹിയിൽ മാത്രമായി ഖുനൂത്ത് ഓതുന്ന ഒരു ഏർപ്പാട്, അതിന് ഇസ്ലാമികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് പ്രബലമായ റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല. ആകെ കൂടി പറയപ്പെടുന്ന ഒരൊറ്റ ഹദീസാണുള്ളത്. അത് തന്നെ വിശദീകരിക്കുന്നത് അനസ് റളിയല്ലാഹു തആല അൻഹു ആണ്. ആരാണ് അനസ് റളിയല്ലാഹു അൻഹു? നബി തിരുമേനി ഒരു മാസക്കാലം ഖുനൂത്ത് ഓതി പിന്നെ അത് ഒഴിവാക്കി എന്ന് സഹീഹായ ഹദീസുകളിലൂടെ പ്രഖ്യാപിച്ച അതേ അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ തന്നെയാണ് മറ്റൊരു ഹദീസും ഉദ്ധരിക്കപ്പെടുന്നത്. ആ ഹദീസ് ഇങ്ങനെയാണ്: അൻ അനസ് റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖനത ശഹ്റൻ യദഉ അലാ ഖാതിലി അസ്ഹാബിഹി ബിബിഇരി മഊനത ثم ترك فأما الصبح فلم يزل يقنط حتى فارق الدنيا.
ഇമാം ഹാക്കിമും ബൈഹഖിയും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ബിഅർ മഊന സംഭവത്തിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ വിശദീകരിച്ച ഈ ഖുർആൻ അറിയാവുന്ന പണ്ഡിതന്മാരെ സ്വഹാബത്തിനെ കൊലപ്പെടുത്തിയ ആ പ്രശ്നത്തിൽ ഒരു മാസക്കാലം നബി ഖുനൂത്ത് ഓതി, പിന്നെ അത് ഉപേക്ഷിച്ചു. എന്നാൽ സുബഹിയിൽ ഫലം യസൽ യഖ്നുതു ഹത്താ ഫാറഖ ദുനിയ, ഈ ദുനിയാവിൽ നിന്ന് നബി കരീം മരിച്ചു പോകുന്നത് വരെയും സുബഹിയിൽ ഖുനൂത്ത് ഓതിക്കൊണ്ടേയിരുന്നിട്ടുണ്ട് എന്നാണ് അനസിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഈ വിഷയത്തിന് സുബഹിയിൽ ഖുനൂത്ത് സുന്നത്താണെന്ന് പറയുന്ന ഈ ഭാഗം തെളിവായിട്ട് കൊണ്ടുവരുന്ന ഹദീസ്. ഒരു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ ഹദീസിന്റെ അടിസ്ഥാന ശാസ്ത്ര നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ഹദീസിൽ ആരിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പരമ്പരയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ആര് കേട്ടു, സ്വഹാബിയിൽ നിന്ന് ആര് കേട്ടു, അവിടുന്ന് ഇങ്ങോട്ട് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന പണ്ഡിതൻ വരെയുള്ള ആളുകൾ ആ പരമ്പരയിലെ ഓരോ വ്യക്തിയെയും ഗഹനമായ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കി അവരിൽ തള്ളപ്പെടേണ്ടവരുണ്ടോ, ന്യൂനതകളുള്ളവരുണ്ടോ ഉണ്ടെങ്കിൽ അത് മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഹദീസിന്റെ ശാസ്ത്രത്തിലെ പൊതുവായ തത്വം. ഞാൻ ആ കാര്യങ്ങൾ വിശദീകരിച്ച് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല, മുഷിപ്പിക്കുന്നില്ല. അതിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നബിയിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന പരമ്പരയിൽ സ്വഹാബി ഒഴികെയുള്ള മറ്റുള്ള ആളുകളെയൊക്കെ പരിശോധിച്ചു നോക്കുന്നു പണ്ഡിതന്മാർ. അപ്പൊ ഈ ഹദീസിൽ രണ്ട് വ്യക്തികൾ കൊള്ളരുതാത്ത വ്യക്തികളുണ്ട്. ഒന്ന്, ഈ ഹദീസിന്റെ സനദിൽ അഥവാ പരമ്പരയിൽ ഒന്നാമത്തെ വ്യക്തി അബൂ ജഅഫർ റാസി എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഹദീസ് നിരൂപക ശാസ്ത്രത്തിൽ അവഗാഹം നേടിയിട്ടുള്ള പണ്ഡിതന്മാർ പറയുന്നത് അദ്ദേഹം തെളിവിന് കൊള്ളുന്ന വ്യക്തിയല്ല, അദ്ദേഹത്തിന്റെ ഹദീസുകൾ സ്വീകാര്യമല്ല. ശാഫിഈ മദ്ഹബിലെ തന്നെ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ് ഇമാം ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം വിശദീകരിക്കുന്നു, കാന യൻഫരിദു ബിൽ മനാഖീർ അനിൽ മശാഹിർ. ഇയാൾ, ഈ അബൂ ജഅഫർ റാസി എന്ന് പറയുന്ന മനുഷ്യൻ പല പ്രശസ്തരായ ആളുകളിൽ നിന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിലുള്ള അഥവാ വെറുക്കപ്പെടുന്ന ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്ക് മതിപ്പില്ലെന്ന് മാത്രമല്ല, ഇമാം ഇബ്നു ഹജർ അസ്കലാനിയുടെ തഹ്ദീബുൽ തഹ്ദീബിൽ 12-ാം വാള്യം 57-ാം പേജിലും മീസാനുൽ ഇഅ്തിദാൽ 3-ാം വാള്യം 320-ാം പേജിലുമൊക്കെ ഈ അബൂ ജഅഫർ റാസി എന്ന് പറയുന്ന പരമ്പരയിലുള്ള ഈ വ്യക്തി വിമർശന വിധേയനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഹദീസ് സ്വീകാര്യമല്ല എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പരമ്പരയിലെ ഒരു വ്യക്തി അതാണ്. ഇനി രണ്ടാമത്തെ വ്യക്തി റബീഉ ബിൻ അനസ് എന്ന് പറയുന്ന മനുഷ്യനാണ് ഈ പരമ്പരയിലെ രണ്ടാമത്തെ വ്യക്തി. അദ്ദേഹത്തെ സംബന്ധിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഇബ്നു ഹജർ അൽ അസ്കലാനി അദ്ദേഹത്തിന്റെ തഹ്ദീബിൽ 23-ാം വാള്യം 239-ാമത്തെ പേജിൽ പറയുന്നത്, കാന യതശയ്യഉ, ഇയാൾ ശീഈ വിശ്വാസക്കാരനായിരുന്നു എന്നാണ്. ശീഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ ശീഈ വിശ്വാസത്തിൽ തന്നെ പലതരക്കാരുണ്ട്. ശീഈ വിശ്വാസത്തിൽ അതിരുകവിഞ്ഞ തീവ്രവാദിയായിരുന്നു ഇദ്ദേഹം എന്നാണ് പറയുന്നത്. ഉദാഹരണം എന്താണ്? അലി റളിയല്ലാഹു തആല അൻഹു ഇപ്പോഴും മരിച്ചിട്ടില്ല, അദ്ദേഹം മേഘത്തിൽ ഒളിഞ്ഞിരിക്കുകയാണ്, അലിയുടെ പുഞ്ചിരിയാണ് ഈ കാണുന്ന മിന്നൽ എന്നൊക്കെ വിശ്വസിക്കുന്ന ഷിയാക്കളുണ്ട്. അത്തരത്തിലുള്ള അതിരുകവിഞ്ഞ ശീഈ വിശ്വാസക്കാരനാണ് റബീഉ ബിൻ അനസ് എന്നാണ് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഇമാം ഇബ്നു ഹിബ്ബാൻ പറയുന്നു, അന്നാസു യത്തഖൂന ഹദീസഹു, ഇദ്ദേഹത്തിന്റെ ഹദീസുകൾ ആളുകൾ സൂക്ഷിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കാറാണ് പതിവുള്ളത്. കാരണം ഇദ്ദേഹത്തിന്റെ ഹദീസുകളിൽ ഒരുപാട് പാളിച്ചകളും അപാകതകളും സംഭവിക്കാറുണ്ട് എന്ന് പറഞ്ഞ് ഈ രണ്ടാമത്തെ വ്യക്തിയായ റബീഉ ബിൻ അനസിനെയും ഹദീസ് നിരൂപക ശാസ്ത്രത്തിലെ പണ്ഡിതന്മാരെ തള്ളിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അംറു ബിൻ ഉബൈദിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസും പറയപ്പെടാറുണ്ട്. അംറു ബിൻ ഉബൈദ് അദ്ദേഹവും ദഈഫാണ്, ദുർബലനാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. തന്നെയുമല്ല, ഈ വിഷയത്തിൽ ഇത്ര തന്നെ ദുർബലമല്ലാത്ത മറ്റൊരു ദുർബലമായ ഹദീസിൽ അനസ് റളിയല്ലാഹു തആല അൻഹു തന്നെ ഈ സംഭവത്തെ നിഷേധിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതിനൊരു ഉദാഹരണം ഖതീബുൽ ബഗ്ദാദി അദ്ദേഹം ഉദ്ധരിച്ച ഒരു ഹദീസാണ്. മിൻ തരീഖി ഖൈസ് ബിൻ റബീഉ അൻ ആസിം ബിൻ സുലൈമാൻ ഖുൽനാ ലി അനസ്, ഞങ്ങൾ അനസിനോട് ചോദിച്ചു, ഞങ്ങൾ അനസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, ഇന്ന ഖൗമൻ യസുൽമൂന, ചില ആൾക്കാർ ഇങ്ങനെ വാദിക്കുന്നുണ്ടല്ലോ, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യസൽ യഖ്നുതു ഫിൽ ഫജ്ർ, നബി തിരുമേനി സുബഹിയിൽ തുടർച്ചയായി ഖുനൂത്ത് ഓതിക്കൊണ്ടേയിരുന്നിട്ടുണ്ട് എന്ന് ചില ആളുകൾ പറയുന്നുണ്ടല്ലോ, എന്താണ് താങ്കളുടെ അഭിപ്രായം എന്ന് അനസിനോട് തന്നെ ചില ആൾക്കാർ ദൈവവിശ്വാസികളുടെ ചില ഗോത്രങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കാൻ വേണ്ടി അവിടുന്ന് ഒരു മാസക്കാലമാണ് ഖുനൂത്ത് നിർവഹിച്ചിട്ടുള്ളത് എന്ന് അനസ് റളിയല്ലാഹു തആല അൻഹു തന്നെ മേൽ സംഭവത്തെ നിഷേധിച്ചതായും ചില റിപ്പോർട്ടുകളിൽ കാണുന്നു.
അപ്പോ അവിടെയും നമുക്ക് മനസ്സിലാക്കി തരുന്നത് അനസ് റളിയല്ലാഹുവിൽ നിന്ന് സ്വഹീഹായി വന്നിട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളിലും അവിടുന്ന് പറഞ്ഞിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാസക്കാലം എല്ലാ വഖത്തുകളിലും ഖുനൂത്ത് ഓതി. അതൊരു പ്രത്യേക ആവശ്യം നേരിട്ടപ്പോഴാണ്. ആ ആവശ്യം അവസാനിച്ചപ്പോൾ നബി അത് ഉപേക്ഷിക്കുകയും ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന വിഷയമാണ്. ഇനി